ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ് കോർണർ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ 2ാമത്തെ യൂണിറ്റിൽ നിന്നുള്ള ഷിപ്പ് റെക്ട് സെയിലർ എന്ന് പറയുന്ന സ്റ്റോറിയുടെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ്. ഫസ്റ്റ് പാർട്ട് വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. ഈ ഒരു സ്റ്റോറിയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ലൂയിസ് അലജാൻഡ്രോ വെലാസ്കോ എന്ന് പറയുന്ന 20 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു നാവികൻ്റെ സ്റ്റോറിയാണ്. അദ്ദേഹം 1955 ഫെബ്രുവരി 28 കരീബിയൻ സീയുടെ മിഡിലിൽ വെച്ചൊരു കപ്പൽ അപകടത്തിൽ പെടുകയും അങ്ങനെ സീയിൽ ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യുകയാണ്. അദ്ദേഹത്തിന് പിടിവള്ളിയായി കിട്ടിയിട്ടുള്ള ഒരു മരപ്പെട്ടിയിൽ പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത്. അപ്പോൾ അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹം മാത്രമാണ് ആ ഒരു കടലിങ്ങനെ പൊന്തി കിടക്കുന്നത്, ബാക്കിയുള്ള ഷിപ്പ്മേറ്റ്സ് എല്ലാം പോയി എന്നുള്ളതാണ്. പക്ഷേ കുറച്ച് സമയം കഴിയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഷിപ്പ്മേറ്റ്സ് കുറച്ച് ദൂരെ നിന്ന് ഷൗട്ട് ചെയ്യുന്നത് ഇദ്ദേഹം കേൾക്കുകയാണ്. അങ്ങനെ ഇവർ ആ ഒരു അവരവർക്ക് കിട്ടിയിട്ടുള്ള പിടിവള്ളിയിൽ പിടിച്ച് ഒരു വെള്ളത്തിൻ്റെ മുകളിലായിട്ട് ഫ്ലോട്ട് ചെയ്ത് കിടക്കാൻ ശ്രമിക്കുകയാണ്, മുങ്ങിപ്പോകാതെ. അപ്പോൾ ആണ് അവരുടെ കണ്ണിൽ 2 റാഫ്റ്റ് പെടുന്നത്, അതായത് ചങ്ങാടം. അങ്ങനെ അവർ ആ ഒരു ചങ്ങാടത്തിൻ്റെ അടുത്തേക്ക് നീങ്ങാൻ ശ്രമിക്കുകയാണ്, ഇദ്ദേഹത്തിൻ്റെ ഷിപ്പ്മേറ്റ്സ്, വെലാസ്കോൻ്റെ ഷിപ്പ്മേറ്റ്സ്. പക്ഷേ അവർക്ക് അതിൻ്റെ അടുത്തേക്ക് എത്താൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് 2 ആ ചങ്ങാടമുള്ളതിൽ ഒന്ന് അപ്രത്യക്ഷമാകുകയാണ്. അങ്ങനെ ആ ബാക്കിയുള്ള ഒരു ചങ്ങാടത്തിൻ്റെ അടുത്തേക്ക് നീങ്ങാനായിട്ട് ശ്രമിക്കുകയാണ്. അവസാനം ഈ ഒരു ചങ്ങാടം വെലാസ്കോൻ്റെ അടുത്തേക്ക് തിരമാല കൊണ്ടുവരികയും വെലാസ്കോ ആ ഒരു ചങ്ങാടത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ 3ാമത്തെ ട്രയൽ കഷ്ടപ്പെട്ട് കയറുകയും ചെയ്യുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് സ്റ്റേബിളായിട്ട് ആ ഒരു ചങ്ങാടത്തിൽ ഇരിക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ആ സമയം അദ്ദേഹം നോക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ 3 ഷിപ്പ്മേറ്റ്സ് ആ ഒരു റാഫ്റ്റിൻ്റെ അടുത്തേക്ക് വരാനായിട്ട് ശ്രമിക്കുന്നത് അദ്ദേഹം കാണുകയാണ്. ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കി നോക്കാം. ഐ റിക്കഗ്നൈസ്ഡ് ദം ഇമ്മീഡിയറ്റ്ലി. അപ്പോൾ വെലാസ്കോ അദ്ദേഹത്തിൻ്റെ ഷിപ്പ്മേറ്റ്സിനെ പെട്ടെന്ന് തന്നെ തിരിച്ചറിഞ്ഞു. കാസ്റ്റലോ ഹാഡ് എ ഫ്രിം ഗ്രിപ്പ് അറൗണ്ട് കെരബലോസ് നെക്ക്. അപ്പം കാസ്റ്റലോ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കെരബലോൻ്റെ നെക്കിൽ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. കെരബലോ ഹു ഹാഡ് ബീൻ ഓൺ വാച്ച് വെൻ ദ ആക്സിഡൻറ്റ് ഒക്വേർഡ്. അപ്പം ആ ഒരു ആക്സിഡൻറ്റ് നടക്കുന്ന സമയത്ത് കെരബലോ ഡ്യൂട്ടിയിലായിരുന്നു. അപ്പം അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കെരബലോ വാസ് വിയറിങ് ഹിസ് ലൈഫ് ജാക്കറ്റ്. അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? അദ്ദേഹത്തിൻ്റെ ലൈഫ് ജാക്കറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നു. ഹി യെൽഡ് ഹോൾഡ് ഓൺ ടൈറ്റ് കാസ്റ്റലോ. അപ്പോൾ കെരബലോ ആരോട് പറയാണ്? കാസ്റ്റലോനോട് പറയാണ് മുറുകെ പിടിച്ചോളൂ എന്ന്. ദേ ഫ്ലോട്ടഡ് അമിഡ് ദ സ്കാറ്റേഡ് കാർഗോ എബൌട്ട് 10 meters away. അതായത് കാർഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പൽ ചരക്കാണ്. അപ്പോൾ ചിതറിത്തെറിച്ച് കിടക്കുന്ന ആ ഒരു കപ്പൽ ചരക്കുകളുടെ ഇടയിലൂടെ അവരൊരു ഏകദേശം 10 മീറ്റർ അങ്ങനെ ഒഴുകി നടന്നു എന്നാണ് പറയുന്നത് കേട്ടോ. ഓൺ ദ അതർ സൈഡ് വാസ് ലൂയിസ് റെഞ്ചിഫോ trying to stay above water with his headphones aloft in his right hand. അപ്പം ഇവരുടെ മറുവശത്തായിട്ട് ആരുണ്ടായിരുന്നു? ലൂയിസ് റെഞ്ചിഫോ ഉണ്ടായിരുന്നു. അദ്ദേഹം എന്താ ചെയ്യുന്നത്? ട്രൈങ് ടു സ്റ്റേ എബവ് വാട്ടർ വിത്ത് ഹിസ് ഹെഡ്ഫോൺസ് അലോഫ്റ്റ് ഇൻ ഹിസ് റൈറ്റ് ഹാൻഡ്. ആ ഒരു വെള്ളത്തിൻ്റെ മുകളിലായിട്ട് പൊന്തിക്കിടക്കാനായിട്ട് അദ്ദേഹം ശ്രമിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വലത് കൈയിൽ ഹെഡ്ഫോൺസ് ഉയർത്തി പിടിച്ചുകൊണ്ടാണ് വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കാൻ ശ്രമിക്കുന്നത്. ഹി ഹാഡ് സ്ട്രിപ്ഡ് ഓഫ് ഹിസ് ഷർട്ട് സോ ദാറ്റ് ഹി കുഡ് സ്വിം ബെറ്റർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഷർട്ട് അഴിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നീന്തുന്നത് കുറച്ചും കൂടെ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഷർട്ട് അഴിച്ച് കളഞ്ഞിട്ടുണ്ട്. ബട്ട് ഹി ഹാഡ് ലോസ്റ്റ് ഹിസ് ലൈഫ് ജാക്കറ്റ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ലൈഫ് ജാക്കറ്റ് അദ്ദേഹത്തിന് നഷ്ടമായിട്ടുണ്ടായിരുന്നു. ഈവൻ ഇഫ് ഐ ഹാഡ് നോട്ട് സീൻ ഹിം ഐ വുഡ് ഹാവ് റിക്കഗ്നൈസ്ഡ് ഹിസ് ക്രൈ ഫാറ്റ്സോ പാഡിൽ ഓവർ ഹിയർ. അപ്പം എന്താ പറയുന്നത്? വെലാസ്കോ പറയാണ്, ഈവൻ ഇഫ് ഐ ഹാഡ് നോട്ട് സീൻ ഹിം, ഞാൻ അവനെ കണ്ടിട്ടില്ലെങ്കിൽ പോലും ഐ വുഡ് ഹാവ് റിക്കഗ്നൈസ്ഡ് ഹിസ് ക്രൈ. ഇവിടെ ക്രൈ എന്ന് ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ശബ്ദം കൊണ്ട് വെലാസ്കോയ്ക്ക് ഈ ഒരു റെഞ്ചിഫോനെ മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളതാണ് കേട്ടോ. അദ്ദേഹം എന്താണ് പറയുന്നത്? ഫാറ്റ്സോ പാഡിൽ ഓവർ ഹിയർ, തടിയ ഇങ്ങോട്ട് വാ എന്ന് പറയുന്നുണ്ടായിരുന്നു. ആര്? റെഞ്ചിഫോ. ആ ഒരു ശബ്ദം കേട്ടിട്ട് നമ്മളുടെ വെലാസ്കോന് റെഞ്ചിഫോനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയെന്നാണ് പറയുന്നത്. ഐ ക്വിക്ലി ഗ്രാബ്ഡ് ദ ഓഴ്സ് ആൻഡ് ട്രൈഡ് ടു ഗെറ്റ് ക്ലോസർ ടു ദ മെൻ. അപ്പം
ഓസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പങ്കായമാണ്. ഞാൻ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, ആ പങ്കായം, ആ തുഴയുണ്ടല്ലോ, ആ തുഴ എടുത്തിട്ട് എന്ത് ചെയ്യുകയാണ്, ട്രൈഡ് ടു ഗെറ്റ് ക്ലോസർ ടു ദം, തുഴഞ്ഞ് അവരുടെ അടുത്തേക്ക്, ഷിപ്പ്മേറ്റ്സിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കരബലോ വിത്ത് കാസ്റ്റലോ ക്ലിങ്ങിങ് ടു ഹിസ് നെക്ക്. അപ്പം കരബലോ എന്താണ്, ഒറ്റയ്ക്കാണുള്ളത്? അല്ല, കാസ്റ്റലോ അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. നിയർ ദ റാഫ്റ്റ്, അപ്പോൾ അവർ ആ ഒരു ചങ്ങാടത്തിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ഉള്ളത്. മച്ച് ഫാർദർ എവേ, ലുക്കിംഗ് സ്മോൾ ആൻഡ് ഡെസൊലേറ്റ്, വാസ് ദ ഫോർത്ത് ഓഫ് മൈ മേറ്റ്സ്. അപ്പോൾ വെലാസ്കോയുടെ 4ാമത്തെ ഷിപ്പ്മേറ്റിനെ കാണുകയാണ്. അദ്ദേഹം എവിടെയാണുള്ളത്? മച്ച് ഫാർദർ എവേ, കുറച്ച് ദൂരെയാണ്. ലുക്കിംഗ് സ്മോൾ ആൻഡ് ഡെസൊലേറ്റ്, അപ്പം ഒറ്റപ്പെട്ട രീതിയിലാണ് കാണുന്നത്, കൂടെ വേറെ ആരും ഇല്ല. 4ാമത്തെ ഷിപ്പ്മേറ്റ് ആണ് കേട്ടോ. അദ്ദേഹത്തിൻ്റെ പേര് റമൻ ഹെറേറ എന്നാണ്. ഹു വാസ് വേവിങ് അറ്റ് മീ വൈൽ ഹി ഹെൽഡ് ഓൺ ടു ക്രേറ്റ്. അപ്പം അദ്ദേഹവും എന്താണ്, ഒരു മരപ്പെട്ടിയിൽ പിടിച്ചിട്ടാണ് നിൽക്കുന്നത്. ആ സമയത്ത് ഇദ്ദേഹത്തിനെ നോക്കി വേവ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്, അതായത് വെലാസ്കോനെ. 6th പാരഗ്രാഫ് നോക്കാം. ഇഫ് ഐ ഹാഡ് ടു ഡിസൈഡ് ഐ വുഡൻറ്റ് ഹാവ് നോൺ വിച്ച് ഓഫ് മൈ മേറ്റ്സ് ടു ഗോ ആഫ്റ്റർ ഫസ്റ്റ്. അപ്പം ആരുടെ അടുത്തേക്കാണ് ഫസ്റ്റ് പോകേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യാനുള്ളൊരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അറിയില്ല ആരുടെ അടുത്തേക്കാണ് പോകേണ്ടത് എന്നുള്ള കാര്യം എന്ന് പറയുകയാണ്. ബട്ട് വെൻ ഐ സോ ഹെറേറ, ദ ഹാപ്പി യങ് മാൻ ഫ്രം അർജോന, ഹൂ ഹാഡ് ബീൻ വിത്ത് മീ ഓൺലി എ ഫ്യൂ മൊമെൻറ്റ്സ് ബിഫോർ. അപ്പം എന്താണ്, പക്ഷേ അദ്ദേഹം ഹെറേറയെ കണ്ടതിന് ശേഷം, ഹെറേറ എന്ന് പറയുന്നത് ഒരു ഹാപ്പി ആയിട്ടുള്ള ഹെങ്മാൻ ആണ്. എവിടെ നിന്നുള്ള ആളാണ്? അർജോനയിൽ നിന്നുള്ള ആളാണ്. സ്ഥലത്തിൻ്റെ പേരെന്താണ്? അർജോന എന്നാണ്. ഹു ഹാഡ് ബീൻ വിത്ത് മീ ഓൺലി എ ഫ്യൂ മൊമെൻറ്റ്സ് ബിഫോർ, കുറച്ച് നിമിഷം മുൻപ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. ആര്? ഹെറേറ എന്ന് പറയുന്നത്. ഐ ബിഗാൻ ടു പാഡൽ ഫ്യൂരിയസ്ലി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ആദ്യം തന്നെ ഹെറേറേൻ്റെ അടുത്തേക്ക് സർവ്വശക്തിയും എടുത്ത് തുഴഞ്ഞ് എത്താൻ ശ്രമിക്കുകയാണ്. ബട്ട് ദ ലൈഫ് റാഫ്റ്റ് വാസ് ഓൾമോസ്റ്റ് 2 meters ലോങ്. അപ്പോൾ പക്ഷെ എന്താണ്, ഏകദേശം 2 മീറ്റർ ദൂരെയാണ് ഈ ഒരു ലൈഫ് റാഫ്റ്റ് ഉണ്ടായിരുന്നത്. ഇറ്റ് വാസ് വെരി ഹെവി ഇൻ ദാറ്റ് ലോച്ചിങ് സീ. അപ്പം എന്താണ്, ഇളകി മറിഞ്ഞ് കലുഷിതമായിട്ട് കിടക്കുന്ന ആ ഒരു സീയിലൂടെ എന്താണ് 2 മീറ്റർ തുഴഞ്ഞെത്തുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ആൻഡ് ഐ ഹാഡ് ടു റോ അഗെയിൻസ്റ്റ് വിൻഡ്. അത് മാത്രമല്ല, എന്താണ്, വിൻഡിനെതിരായിട്ട്, അതായത് കാറ്റിനെതിരായിട്ട് വേണം എന്ത് ചെയ്യാൻ, തുഴഞ്ഞു പോകാനായിട്ട്. അതും ബുദ്ധിമുട്ടാണ് അല്ലേ. ഐ ഡോണ്ട് തിങ്ക് ഐ മാനേജ്ഡ് ടു അഡ്വാൻസ്ഡ് മോർ ദാൻ എ മീറ്റർ. 1 മീറ്ററിൽ കൂടുതൽ എനിക്ക് തുഴഞ്ഞ് എത്താൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ എന്താണ്, സംശയമാണ്. അല്ലെങ്കിൽ ഞാൻ ചിന്തിച്ചിരുന്നില്ല 1 മീറ്ററിൽ കൂടുതലൊന്നും പോകാൻ പറ്റുമെന്നുള്ള കാര്യം. ഓക്കെ. Desperate, I looked around once more and saw that Herrera had disappeared. അപ്പോൾ നിരാശയോടുകൂടി അദ്ദേഹം ഒന്നുകൂടെ ചുറ്റും നോക്കുകയാണ്. അപ്പം എന്ത് സംഭവിച്ചു? ആൻഡ് സോ ദാറ്റ് ഹെറേറ ഹാഡ് ഡിസപ്പിയർഡ്. അപ്പം എന്താണ്, ഹെറേറ ഡിസപ്പിയർഡ് ആയിട്ടുണ്ട്, അതായത് അപ്രത്യക്ഷനായിട്ടുണ്ട്. ഓൺലി റെഞ്ചിഫോ വാസ് സ്വിമ്മിങ് കോൺഫിഡൻ്റ്ലി ടുവേർഡ്സ് ദ റാഫ്റ്റ്. ആകെ എന്താണ്, റെഞ്ചിഫോ മാത്രമാണ് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് റാഫ്റ്റിൻ്റെ അടുത്തേക്ക് നീന്തി വരുന്നത്. ഐ വാസ് ഷുവർ ഹി വുഡ് മേക്ക് ഇറ്റ്. എനിക്ക് തീർച്ചയായിരുന്നു അദ്ദേഹം എന്താണ്, എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ. ഐ ഹാഡ് ഹേർഡ് ഹിം സ്നോറിങ് ബിലോ മൈ ബങ്ക് ആൻഡ് ഐ വാസ് കൺവിൻസ്ഡ് ദാറ്റ് ഹിസ് സെറനിറ്റി വാസ് സ്ട്രോങ്ങർ ദാൻ ദ സീ. അതായത് ഇവർക്ക് ഷിപ്പിനകത്ത് ഇങ്ങനെ അടുക്കിയാണല്ലോ ബെഡ് ഉണ്ടാവുക. അപ്പം ഇദ്ദേഹത്തിൻ്റെ, അതായത് വെലാസ്കോയുടെ ബെഡിൻ്റെ താഴെയായിട്ടാണ് ആരുണ്ടായിരുന്നത്? റെഞ്ചിഫോ ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹം എന്താണ്, സ്നോറിങ് മീൻസ് കൂർക്കം വലിക്കുന്നത് കേൾക്കാറുണ്ട്. ആൻഡ് ഐ വാസ് കൺവിൻസ്ഡ് ദാറ്റ് ഹിസ് സെറനിറ്റി വാസ് സ്ട്രോങ്ങർ ദാൻ ദ സീ. സെറനിറ്റി മീൻസ് പ്രശാന്തത, അതായത് ശാന്തതയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ശാന്തത, അതായത് റെഞ്ചിഫോയുടെ ശാന്തത കടലിനേക്കാളും സ്ട്രോങ്ങർ ആണ് എന്ന് അദ്ദേഹം എന്താണ്, വിശ്വസിക്കുകയാണ്. ഓക്കെ. ഇൻ കോൺട്രാസ്റ്റ്, കാരബല്ലോ വാസ് സ്ട്രഗ്ലിംഗ് വിത്ത് കാസ്റ്റലോ സോ ദാറ്റ് കാസ്റ്റലോ വുഡൻറ്റ് ലെറ്റ് ഗോ ഓഫ് ഹിസ് നെക്ക്. അപ്പം മറുവശത്ത് എന്താണ്, കാരബലോയും കാസ്റ്റലോയും ഉണ്ട്. കാരബലോയുടെ നെക്കിലായിട്ട് കാസ്റ്റലോ പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പം സോ ദാറ്റ് കാസ്റ്റലോ വുഡൻറ്റ് ലെറ്റ് ഗോ ഓഫ് ഹിസ് നെക്ക്. അപ്പം കാസ്റ്റലോ അദ്ദേഹത്തിൻ്റെ നെക്കിൽ നിന്ന് വിട്ടു പോകാതിരിക്കാനായിട്ട് കാരബലോ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ദേ വർ ലെസ് ദാൻ 3 meters എവേ. അപ്പോൾ ആ ഒരു ലൈഫ് റാഫ്റ്റിൻ്റെ അടുത്ത് നിന്ന് 3 മീറ്ററിൻ്റെ ഉള്ളിൽ ദൂരമേ ഈ കാസ്റ്റലോയും കാരബലോയും ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അതായത് ലൈഫ് റാഫ്റ്റും അതേപോലെ കാരബലോയും കാസ്റ്റലോയും നിൽക്കുന്ന ആ ദൂരം
3 മീറ്ററിൻ്റെ ഉള്ളിലാണ് ഉണ്ടായിരുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. ഐ ഫിഗർ ദാറ്റ് ഇഫ് ദേ ഗോട്ട് ജസ്റ്റ് എ ലിറ്റിൽ ക്ലോസർ ഐ കുഡ് ഹോൾഡ് ഔട്ട് ആൻ ഓർ ഫോർ ദം ടു ഗ്രാബ്. അപ്പം അവർ കുറച്ചും കൂടെ അടുത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആ ഒരു തുഴ, ഓറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് തുഴ, അവർക്ക് പിടിച്ച് കയറാനായിട്ട് നീട്ടി കൊടുക്കാമായിരുന്നു എന്നാണ് വെലാസ്കോ പറയുന്നത്. ബട്ട് അറ്റ് ദാറ്റ് മൊമെൻറ്റ് എ ജൈജാൻറ്റിക് വേവ് ലിഫ്റ്റഡ് ദ റാഫ്റ്റ്. പക്ഷേ ആ ഒരു സമയത്ത് എന്താ സംഭവിച്ചത്? ഒരു ജൈജാൻറ്റിക് വേവ്, ഒരു വലിയ തിരമാല വന്നിട്ട് നമ്മളുടെ ലൈഫ് റാഫ്റ്റിനെ എന്ത് ചെയ്തു? പൊക്കിക്കൊണ്ടുപോയി. And from the top of the huge crest, I could see the mast of the small ship heading away from me. അപ്പോൾ എന്താ പറയുന്നത്? ആ ഒരു ഹ്യൂജ് വേവിൻ്റെ ക്രസ്റ്റിൽ നിന്ന്, അതായത് വേവിൻ്റെ ഏറ്റവും ഉയരത്തിലുള്ള ഭാഗം, അവിടെ നിന്ന് എനിക്ക് കാണാമായിരുന്നു എന്ത്? ഐ കുഡ് സീ ദ മാസ്റ്റ് ഓഫ് ദ സ്മോൾ ഷിപ്പ്. ഒരു ചെറിയ ഷിപ്പിൻ്റെ മാസ്റ്റ് മീൻസ് പായ ഉണ്ടല്ലോ, അത് കാണാമായിരുന്നു. ഹെഡിങ് അവേ ഫ്രം മീ, എൻ്റെ അടുത്തുനിന്ന് എന്താണ് അകന്ന് പോകുന്നതായിട്ട് എന്നാണ് വെലാസ്കോ പറയുന്നത്. വെൻ ഐ കെയിം ഡൗൺ അഗെയിൻ, ഇവിടെ ഡൗണിൻ്റെ സ്പെല്ലിങ് DOWN ആണ്, ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുള്ളതാണ്, ഒന്ന് ശ്രദ്ധിക്കുക, ടെക്സ്റ്റിൽ കറക്റ്റാണ് കേട്ടോ. വെൻ ഐ കെയിം ഡൗൺ അഗെയിൻ കരബലോ ഹാഡ് വാനിഷ്ഡ് വിത്ത് കാസ്റ്റലോ ഹാങ്ങിങ് ഓൺ ടു ഹിസ് നെക്ക്. അപ്പോൾ എന്താണ്, അദ്ദേഹം ആ ഒരു വലിയ വേവിൻ്റെ മുകളിലായിരുന്നു. ചങ്ങാടം എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? ആ ഒരു വലിയ വേവിൻ്റെ മുകളിലായിരുന്നു. അപ്പോൾ താഴെ എത്തിയ സമയത്ത് കരബലോ വാനിഷ്ഡ് ആയിട്ടുണ്ട്, അതായത് കാണാതായിട്ടുണ്ട്, വിത്ത് കാസ്റ്റലോ. അപ്പോൾ കരബലോൻ്റെ നെക്കിലായിരുന്നു കാസ്റ്റലോ പിടിച്ച് നിന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ രണ്ടുപേരെയും എന്താണ് കാണാതായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എലോൺ 2 meters away റെഞ്ചിഫോ വാസ് സ്റ്റിൽ സ്വിമ്മിങ് കാംലി ടുവേർഡ്സ് ദ റാഫ്റ്റ്. പക്ഷെ എന്താണ്, ഒറ്റയ്ക്ക് ഏകദേശം 2 മീറ്റർ ദൂരെയായിട്ട് റെഞ്ചിഫോ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റിൽ സ്വിമ്മിങ് കാംലി ടുവേർഡ്സ് ദ റാഫ്റ്റ്. ആ ഒരു ചങ്ങാടത്തിന് നേരെയായിട്ട് ഇപ്പോഴും വളരെ കൂളായിട്ട് കാമായിട്ട് റെഞ്ചിഫോ നീന്തിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഐ ഡോണ്ട് നോ വൈ ഐ ഡിഡ് ദിസ് അബ്സേർഡ് തിങ്. എനിക്കറിയില്ല ഞാൻ ഒരു യുക്തിയുമില്ലാത്തൊരു കാര്യം എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. നോയിങ് ഐ കുഡൻ മൂവ് ഫോർവേഡ്, എനിക്കറിയാം എനിക്ക് മുൻപോട്ട് നീങ്ങാൻ കഴിയില്ല എന്നുള്ള കാര്യം. ഐ പുട്ട് ദ ഓർ ഇൻ ദ വാട്ടർ ആസ് ദോ ട്രൈയിങ് ടു പ്രിവെൻറ്റ് ദ റാഫ്റ്റ് ഫ്രം മൂവിങ്. എന്താണ്, മുൻപോട്ട് പോവില്ല എന്നുള്ള കാര്യം എനിക്ക് അറിയാമായിരുന്നിട്ട് കൂടി ആ ഒരു തുഴ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് എന്താണ് ആ ഒരു ചങ്ങാടം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രൈങ് ടു ആങ്കർ ഇറ്റ് ഇൻ പ്ലേസ്, അതായത് നിൽക്കുന്ന ആ സ്ഥലത്ത് തന്നെ സ്റ്റേബിളായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതിരിക്കാൻ വേണ്ടി എന്താണ് വെലാസ്കോ ട്രൈ ചെയ്യുന്നുണ്ട്. റെഞ്ചിഫോ എക്സോസ്റ്റഡ് പോസ്ഡ് എ മൊമെൻറ്റ് ദെൻ റേസ്ഡ് ഹിസ് ആം ആസ് ഹി ഹാഡ് when he held his headphones aloft and shouted again, "Fatso, row over here." അപ്പോൾ രഞ്ജിഫോ എന്താണ് എക്സോസ്റ്റഡായി, വളരെയധികം ക്ഷീണിതനായി കുറച്ച് സമയം ഒന്ന് പോസായിട്ട് നിന്നു. ഒരു നിമിഷത്തേക്കൊന്ന് നിന്നുപോയി നീന്തുന്നത്. ദെൻ റേസ്ഡ് ഹിസ് ആം ആസ് ഹി ഹാഡ് വെൻ ഹി ഹെൽഡ് ഹിസ് ഹെഡ്ഫോൺസ് അലോഫ്റ്റ്. അദ്ദേഹത്തിന് വലത് കൈയിൽ ഹെഡ്ഫോൺസ് പിടിച്ച് നിന്നിട്ടുണ്ടായിരുന്നില്ലേ, അതേപോലെ കൈ ഉയർത്തിയിട്ട് അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, ഷൗട്ടഡ് അഗെയിൻ ഫാറ്റ്സോ റോ ഓവർ ഹിയർ, ഇങ്ങോട്ട് വരൂ എന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ദ വിൻഡ് വാസ് ബ്ലോയിങ് ഫ്രം ഹിസ് ഡിറക്ഷൻ, അതായത് വിൻഡ് വരുന്നത് രഞ്ജിഫോൻ്റെ ഡയറക്ഷനിൽ നിന്നായിരുന്നു. ഐ യെൽഡ് ദാറ്റ് ഐ കുഡിൻ റോ അഗെയിൻസ്റ്റ് ദ വിൻഡ്, എനിക്ക് ആ വിൻഡിനെതിരായിട്ട് തുഴഞ്ഞു വരാൻ പറ്റില്ല എന്നുള്ള കാര്യം രഞ്ജിഫോനോട് ആര് പറയുന്നുണ്ടായിരുന്നു? വെലാസ്കോ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു. ദാറ്റ് ഹീ ഷുഡ് മേക്ക് അനദർ ട്രൈ, അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ച് പറയുകയാണ്. ഓക്കെ, ബട്ട് ഐ ഫെൽറ്റ് ഹി ഹാഡൻറ്റ് ഹേർഡ് മീ. പക്ഷേ വെലാസ്കോന് തോന്നുകയാണ് അദ്ദേഹം വിളിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം ആര് കേട്ടിട്ടില്ല? രഞ്ജിഫോ കേട്ടിട്ടില്ല. എന്താണ് വിളിച്ച് പറഞ്ഞത്? എനിക്ക് ഈ ഒരു കാറ്റിൻ്റെ ഓപ്പോസിറ്റായിട്ട് തുഴഞ്ഞു വരാൻ കഴിയില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ ശ്രമിക്കാൻ പറയുകയാണ്. പക്ഷെ അതാര് കേട്ടില്ല? രഞ്ജിഫോ കേട്ടിട്ടില്ല എന്നാണ് വെലാസ്കോന് തോന്നുന്നത്. ദ ക്രേറ്റ്സ് ഓഫ് കാർഗോ ഹാഡ് ഡിസപ്പിയർഡ് ആൻഡ് ദ ലൈഫ് ക്രാഫ്റ്റ് ഡാൻസ്ഡ് ഫ്രം സൈഡ് ടു സൈഡ്. അപ്പം ഈ മരപ്പെട്ടികളൊക്കെ ഉണ്ടല്ലോ കാർഗോൻ്റെ, അതെല്ലാം എന്താണ് അപ്രത്യക്ഷമായിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ഈ കാറ്റുണ്ട്, അതേപോലെ തന്നെ പിന്നെ നമ്മളുടെ കടൽ കലുഷിതമാണ്. സോ അതുകൊണ്ട് ഈ ക്രാഫ്റ്റ്സൊക്കെ ഡിസപ്പിയർ ആയിട്ടുണ്ട്. അതേപോലെ ലൈഫ് ക്രാഫ്റ്റ്, അതായത് എന്താണ് ഈ ചങ്ങാടങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഡാൻസ്ഡ് ഫ്രം സൈഡ് ടു സൈഡ്, ഓരോ സൈഡിലേക്ക് ഇങ്ങനെ ഡാൻസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ചിന്നിച്ചിതറി ആ ഒരു വേവിൻ്റെ തിരമാലയുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ പോവുകയാണ് ലൈഫ് ക്രാഫ്റ്റ്. അതാണ് ഇവിടെ പറയുന്നത് ബാറ്റേഡ് ബൈ ദ വേവ്സ് എന്ന്. In an instant, I was 5 meters away from Rengifo and had lost sight of him.
ഒരു നിമിഷം ഏകദേശം ഒരു 5 മീറ്റർ ദൂരമാണ് രഞ്ജിഫോൻ്റെ അടുത്ത് നിന്നുണ്ടായിരുന്നത്. ആ സമയത്ത് എന്താണ്, രഞ്ജിഫോനെ പെട്ടെന്ന് കാണാതാവുകയാണ്. ബട്ട് ഹി അപ്പിയർഡ് ഇൻ അനദർ സ്പോട്ട്. പക്ഷേ എന്താണ്, രഞ്ജിഫോ വേറൊരു സ്പോട്ടിൽ പ്രത്യക്ഷപ്പെടുകയാണ്. സ്റ്റിൽ നോട്ട് പാനിക്കിംഗ്, ഡക്കിംഗ് അണ്ടർ വാട്ടർ ടു പ്രിവെൻറ്റ് ദ വേവ്സ് ഫ്രം സ്വീപ്പിംഗ് ഹിം അവേ. അപ്പം അദ്ദേഹം ഒട്ടും തന്നെ പേടിച്ചിട്ടുണ്ടായിരുന്നില്ല. പാനിക്കായിട്ടുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടാനുള്ള സാധ്യത കുറയാണല്ലേ ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താണ്, രഞ്ജിഫോന് ഒട്ടും തന്നെ പേടിയുണ്ടായിരുന്നില്ല. ഡക്കിംഗ് അണ്ടർ വാട്ടർ ടു പ്രിവെൻറ്റ് ദ വേവ്സ് ഫ്രം സ്വീപ്പിംഗ് ഹിം അവേ. അപ്പോൾ വെള്ളത്തിൽ മുങ്ങി പോകാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതേപോലെ എന്താണ്, വേവ്സ് അദ്ദേഹത്തിനെ ദൂരോട്ട് കൊണ്ടുപോകാതിരിക്കാനായിട്ട് അദ്ദേഹം നോക്കുന്നുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. I stood up holding out the oar, hoping Ranjifo could get close enough to reach it. അപ്പം എന്താണ്, വെലാസ്കോ കുറച്ചൊന്ന് ഉയർന്നു നിന്നിട്ട് ഈ ഒരു ഓറ്, അതായത് തുഴ രഞ്ജിഫോന് നേരെ നീട്ടുകയാണ്. അദ്ദേഹത്തിന് ആ ഒരു തുഴയിൽ പിടിച്ച് കയറാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ. ബട്ട് ദെൻ ഐ കുഡ് സീ ഹി വാസ് ടയറിങ്, ലോസിങ് ഹേർട്ട്. അതായത് അദ്ദേഹം വളരെ ക്ഷീണിതനായിട്ടുണ്ടായിരുന്നു. അതേപോലെ എന്താണ്, ധൈര്യം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഹി കോൾഡ് ടു മീ അഗെയിൻ സിംഗിങ് ഫാറ്റ്സോ ഫാറ്റ്സോ. അപ്പം അദ്ദേഹം വീണ്ടും വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഫാറ്റ്സോ ഫാറ്റ്സോ എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞു വെക്കുന്നത്. സോ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും അതേപോലെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സീ യു വിത്ത് അനദർ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.